ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. കുറച്ച് കപ്പ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ കുറച്ച് പലവക ഉണ്ട് കേട്ടോ. ഞങ്ങളിവിടെയൊക്കെ പലവക എന്ന് പറയും, ചിലയിടത്ത് പലരും പല ദേശക്കാരും പറയാം. അപ്പോൾ ഇതിൽ പതിര് ഇതങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അത് കപ്പ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഞാൻ. ഇങ്ങനെ മഴ പുറത്ത് നല്ല മഴയായി, അപ്പം എനിക്കിങ്ങനെ തോന്നിയതാണ് കേട്ടോ ഇന്നിപ്പോൾ ചോറൊക്കെ ഉണ്ടാവും, ഇങ്ങനെ സംഭവം വെക്കട്ടെ രാത്രി മക്കൾ സ്കൂളിൽ വരുമ്പോഴത്തേനൊക്കെ ചോറൊക്കെ വിചാരിച്ചിട്ട് നിൽക്കണം കേട്ടോ. മക്കൾ ഉണ്ടാകുമ്പോൾ വെച്ചാൽ ഓൽക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, ചിലപ്പം കഴിക്കും ചിലപ്പം കഴിക്കില്ല, അങ്ങനെയാണോ. പിന്നെ ഓൽക്കുള്ളതവിടെ മാറ്റി വെച്ചാൽ സ്കൂളിൽ വരുമ്പോൾ ചായക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ ആ ഒരു ഇതിലിങ്ങനെ ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടി റെഡി ആവാൻ നിൽക്കാം കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മൾ കേക്ക് വൃത്തിയാക്കി വെച്ച ആ ഒരു പലവക അതാ കുക്കർക്ക് ഇട്ടു കേട്ടോ. പിന്നെ ഞാൻ ചെറിയൊരു സവാള, ചെറിയൊരു തക്കാളി, 2 പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ ആവശ്യമായ മസാലപ്പൊടികൾ ചേർക്കട്ടോ. മുളകും പൊടി ഒരു ഇത് ചെറിയൊരു ഇങ്ങനത്തെ ഒരു സംഭവമല്ലേ, ഒരു സ്പൂണല്ലേ, അതിനൊരു 3 സ്പൂൺ മുളകും പൊടി ഇട്ടു. പച്ചമുളകും ഉണ്ടല്ലോ. പിന്നെ ഇതാ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ മല്ലിപ്പൊടി നമ്മൾ കുറച്ചധികം ഇടുന്നുണ്ട് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ്, കപ്പയ്ക്കുള്ള അനുസരിച്ച് ഉപ്പ് കിട്ടണം കേട്ടോ. പിന്നെ കുറച്ച് ഉലുവ കൂടി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മസാലയൊക്കെ നല്ല മിക്സ് ചെയ്തിട്ടോ. ഇനി അതിലേക്ക് ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടോ. ഇതിൽ കുരുമുളക് വേണമെന്നില്ല അവർക്ക് ചേർക്കാം. ഞാൻ മക്കളൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ എരിവ് കുറച്ച് കുറയണമല്ലോ. കുരുമുളകിൻ്റെ ആ ഒരു കുത്തൽ എരിവൊക്കെ വന്നാൽ അവർക്ക് കഴിക്കാൻ മടിയാണ്. പിന്നെ ഞാൻ കുരുമുളകും പൊടി ഇട്ടിട്ടില്ല കേട്ടോ, നമുക്ക് വേണമെങ്കിൽ ഇടാം. അങ്ങനെ അത് നമ്മൾ വിസിലിന് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 7 വിസിൽ വരെ ഞാൻ ഈ ബീഫൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 7 വിസിലിന് ശേഷം ഞാൻ കുക്കർ ഓഫാക്കി ഒന്ന് ഇളക്കി റെഡിയാക്കിയതിന് ശേഷം കേക്ക് വൃത്തിയാക്കി വെച്ച കപ്പ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി അതൊന്ന് കപ്പയും കൂടി ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ കപ്പ ഒക്കെ അതിലിട്ട് നന്നായിട്ട് അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ട് കേട്ടോ. കപ്പ നല്ല ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബീഫും നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തേക്ക് ഒഴിച്ചെടുത്ത് മാറ്റി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് എണ്ണ ചൂടായിട്ട് കുറച്ച് ചെറിയൊരു സവാള അരിഞ്ഞതും കറിവേപ്പിൻ്റെ ഇട്ട് വറവിട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിതിലേക്ക് കുരുമുളകും വേറെ ഒന്നും മുളകൊന്നും ചേർത്തിട്ടില്ല, വറ്റൽമുളകൊന്നും ചേർത്തിട്ടില്ല. അത് ചേർത്താൽ കുറച്ചും കൂടി എരിവൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടി രസമുണ്ടാവും. പക്ഷേ എങ്കിൽ മക്കൾ കഴിക്കൂല എന്നുള്ളൊരു ഇതിൽ ഞാൻ കുരുമുളകൊന്നും അതിൽ ചേർക്കാത്ത കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മളെ ഉള്ളിയൊക്കെ ഏകദേശം ബ്രൗൺ കളറായി വന്നതിന് ശേഷം ഞാൻ കഴുകി വെച്ച കറിവേപ്പിൻ്റെ കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ബിരിയാണിക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കപ്പ ബിരിയാണിക്ക് അങ്ങനെ ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്ത് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ രാവിലെ ചായ കുടിച്ചിട്ട് പിന്നെ ഇതായിട്ട് കഴിക്കാന്നുള്ള ഉദ്ദേശത്തിൽ ഒന്നും കഴിക്കാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്താൽ അപ്പോൾ സമയം 1 മണിയൊക്കെ ആയി, 1:10 അപ്പോൾ ആ ഒരു ടൈമിലാണ് അതായത് കട്ടൻ ചായയും ഈ ഒരു കപ്പ ബിരിയാണി അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.